എവളെയും വിളിച്ചോണ്ട് എന്റെ മുന്നിൽ വരാൻ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായി? നിനക്ക് എവളെ അറിയില്ലെങ്കിൽ എനിക്ക് എവളെ നന്നായിട്ട് അറിയാം. എവളെ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ചേരൂല. എവളെ നീ പുറത്തു കൊണ്ട് കളയടാ, എന്നിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ കയറ്. ഇല്ല അച്ഛാ, ഞാൻ അവളെ ഉപേക്ഷിക്കില്ല. എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് അവളായിരുന്നു എൻ്റെ വിശപ്പ് മാറ്റിയത്. ഞാൻ എല്ലാം മുറുകെ പണിയായിരുന്ന സമയത്ത് അവളായിരുന്നു എൻ്റെ ഊർജ്ജം. ഇത്രയൊക്കെ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഇവളെ ഞാൻ ഒരിക്കലും ആര് പറഞ്ഞാലും ഉപേക്ഷിക്കില്ല അച്ഛാ. ഓ, താങ്ക് യു സോ മച്ച് എൻ്റെ മലയാളിയേട്ടാ. എടാ, ഇവളുടെ സൗന്ദര്യവും രുചിയും മണവും കണ്ട് നീ വീണു പോകരുത്. ഇവൾ നിന്റെ കൂടെ താമസം തുടങ്ങിയാൽ നീ പോലും അറിയാതെ ഇവൾ നിന്റെ ആരോഗ്യം നശിപ്പിക്കും. ഇക്രമേണ ഇവൾ നിന്റെ കരളും കുടലും വലിച്ചു കീറും. മോനെ, ഇവള് സാധാരണ സ്ത്രീയല്ല, ഇവളൊരു യക്ഷിയാണ്, വടയക്ഷി. പേര് നിനക്കറിഞ്ഞൂടെങ്കിൽ എനിക്കറിയാം. ഇവളാണ് കള്ളിയങ്കാട്ട് പൊറോട്ട. ഇല്ല അച്ഛാ, പൊറോട്ട ഞാൻ അത്രയും സ്നേഹിച്ചു പോയി. ഇനി അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും, അവൾ എത്ര വിഷമാണെന്ന് പറഞ്ഞാലും, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ അവളെ ഉപേക്ഷിക്കില്ല. ഈ മലയാളി മോന്റെ വിധി അതാണെങ്കിൽ ഞാൻ എന്ത് പറയാൻ? നിനക്ക് ഈ കള്ളിയങ്കാട്ട് പൊറോട്ടയുടെ കൂടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ എനിക്ക് ചില നിബന്ധനകളുണ്ട്. നിനക്കത് പാലിക്കാൻ പറ്റുമോ? ചെയ്യാൻ അച്ഛാ. പൊറോട്ട കിട്ടാൻ ഞാൻ എന്ത് വേണമെങ്കിലും അച്ഛൻ പറയാൻ എന്ത് ഞാൻ അനുസരിക്കും അച്ഛാ. മോനെ, നീ എപ്പോഴൊക്കെ എവളുടെ അടുത്ത് പോവുമോ അപ്പോഴൊക്കെ നീ ഇതുകൂടെ കൊണ്ടുപോകണം, സവാള. ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞ് എവളുടെ തലയിൽ വെച്ച് പൊതിഞ്ഞിട്ടേ നീ അത് തിന്നാവൂ. കാരണം അറിയോ, പൊറോട്ടയിൽ നാരുകളില്ല, ഫൈബർ ഇല്ല. ഫൈബർ ഇല്ലെങ്കിൽ പൊറോട്ട വിഷമാണ്. അതുകൊണ്ട് സവാള അതിൽ പൊതിഞ്ഞ് കഴിച്ചാൽ പൊറോട്ടയുടെ വിഷം കുറയും, നിനക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. മാത്രമല്ല, നീ 2 ആഴ്ച കൂടുമ്പോൾ 2 എണ്ണം, ഇതിൽ കൂടുതൽ നീ പൊറോട്ട കഴിക്കരുത്. എന്നാ പിടിച്ചോ. ശരി അച്ഛാ, ഇനി ഞാൻ അങ്ങനെ ചെയ്യാം. വരൂ പൊറോട്ടെ, നമുക്കിനി ഈ സവാള ചേർത്ത് രുചിയോടുകൂടി ജീവിതം ആസ്വദിച്ചോടാം. കണ്ടില്ലേ, പൊറോട്ട കഴിക്കരുതെന്ന് പറഞ്ഞാൽ മലയാളികൾ കേൾക്കൂല. പിന്നെ എന്ത് ചെയ്യും? വിഷം കുറച്ച് പൊറോട്ട കഴിക്കാനുള്ള വിധം നമുക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലേ?